ഒരു രോഗിയായിട്ടേ ഒരു രോഗിനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ അവര് അഡ്മിറ്റ് ആക്കി രോഗിനെ. അങ്ങനെ അവിടുത്തെ ചികിത്സ ഗുണമില്ലാതെ കണ്ടപ്പോ ഈ രോഗിന്റെ ബന്ധുക്കള് ഞങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടേക്കാം, ഡിസ്ചാർജ് എന്നൊക്കെയാന്ന് പറഞ്ഞപ്പോ ഡിസ്ചാർജിന്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ തന്നെ എല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നിർത്തി 3 ദിവസം അവരവിടെ അഡ്മിറ്റ് ആക്കി. അത് വേറെ കാര്യമായിട്ട് ചികിത്സ ഒന്നും കൊടുത്തിട്ടില്ല, ഒരു ചികിത്സയും കൊടുത്തിട്ടില്ല. എന്നിട്ട് മൂന്നാമത്തെ ദിവസം ഇവര് വന്നുങ്ങാണ്ട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഏതോ ഒരു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, രോഗിനെ രക്ഷിക്കണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാണ്ട്. അപ്പൊ വരുന്ന ആംബുലൻസ് ഞങ്ങൾ വിളിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ആംബുലൻസ് വിളിക്കാൻ പോയ ചിലപ്പോൾ 82,000 ബില്ല് കൊടുത്തിരുന്നു. 3 ദിവസം ചികിത്സ കൊടുക്കാതെ ഒരു റൂമിലെടുത്തിട്ട് ആ രോഗിന്റെ ആരോഗ്യം പറ്റ വഷളാക്കിയിട്ട് തിരിച്ചു കൊണ്ടാകാൻ പറഞ്ഞിട്ട് 82,000 ബില്ലും കൊടുത്തിക്കണ്. നമ്മളിത് തെറ്റ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളടുത്ത് മാറിക്കാം. അപ്പൊ ഈ ചങ്ങായിന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? എടുത്ത ഫോട്ടോ എടുത്തോ. അവന്റെ അഹങ്കാരം കണ്ടില്ലേ? ഇതാണ് ഹോസ്പിറ്റലുകളുടെ മെയിൻ ഇത്. അവരെ കൊണ്ട് പറ്റാത്ത കാര്യമാണെന്ന് തന്നെ അവർ പരമാവധി അവിടെ കൊണ്ടുപോയി നിർത്തി ആ രോഗിന്റെ ആരോഗ്യം മൊത്തം ക്ഷയിച്ച് ഒന്നും പറ്റില്ലാതെ കണ്ടത്ത അവസ്ഥയില് ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടാകാൻ വരും. പിന്നെ ഇവിടുത്തെ ഈ ബില്ലും അടിച്ച് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് രോഗി മരിക്കും ചെയ്യും. ഒരു ജീവൻ വെച്ചെങ്ങാണ്ടാണ് ഇവര് കളിക്കണത്. ഇവരെ കൊണ്ട് പറ്റാത്ത എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ കാര്യങ്ങളും എല്ലാ ചികിത്സയും എല്ലാം നല്ല നല്ല ഡോക്ടർമാരുണ്ടാവണമെന്നൊന്നുമില്ല. നമ്മളെ കൊണ്ട് പറ്റാത്ത കാരണമെങ്കിൽ ഇതേ സ്ഥലത്തേക്ക് വേഗം കൊണ്ടുപോയിക്കോളും. ഒരു രോഗീനെ ഇതാവല്ല. ഇവര് 1 കോടി 1.5 കോടി കൊടുത്തിട്ട് MBBS പഠിച്ചതാണ്, എല്ലാന്നുണ്ടെങ്കിൽ 50 കോടി ചെലവാക്കിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങിയതാണെന്നും പറഞ്ഞാണ്ട് ഈ വരുന്ന രോഗികളെയൊക്കെ ഒന്ന് പിയ്യാൻ നിക്കണ. ഇവരെ ഈ 50 കോടി വേണ്ടാന്നേ. ഇവര് ഈ 50 കോടിന്റെ ഹോസ്പിറ്റൽ ഉണ്ടാക്കണ്ട. ചെറുതുമെന്ന് തുടങ്ങി എല്ലാതും വരണവരങ്ങനെ പിയല്ലേ, സാധാരണക്കാരല്ലേ. 82,000 ഇപ്പൊ ബാങ്കിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരൊന്നും ആവില്ല. ഓട്ടോറിക്ഷ പോണവരായിരിക്കും, ഇതായിരിക്കും, വല്ല തെങ്ങ് കയറ്റക്കാരൊക്കെ ആയിരിക്കും. പെട്ടെന്ന് ഒപ്പിക്കാൻ പറ്റില്ല. എന്തിനാണ് ഈ കഫൻ തിന്നാൻ നിക്കണത്? ഈ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഈ രോഗികളെ അർത്ഥം കുറിച്ച് തിന്ന ഡോക്ടർമാരായാലും ശരി, ഹോസ്പിറ്റലിന്റെ മുതലാളിമാരായാലും ശരി, അവരൊക്കെ ചോര തൂരേ ചാവുള്ളൂ. ശപിക്കണം അവരൊക്കെ ഈ എന്തെങ്കിലുമൊക്കെ അപകടം പറ്റിയത് ശപിക്കണം. എനിക്കുണ്ട് ഇതേപോലെ ഇത് അനുഭവം. എന്റെ പല കേസിലും ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ വെച്ചിങ്ങാണ്ട് കുറേ ദിവസം അവിടെ വെച്ച് 12 ദിവസം കഴിഞ്ഞ ഡിസ്ചാർജ് ചെന്ന് അങ്ങനെ വീട്ടിൽ കൊണ്ട് ഈ രോഗം മുറിച്ച സമയത്ത് അതേ ഹോസ്പിറ്റലിൽ അതേ ഡോക്ടറെ കൊണ്ട് വിളിക്കാവുന്ന വീട്ടിലാണ് ഇപ്പൊക്ക് തീരെ വയ്യ, ഒന്ന് പെട്ടെന്ന് വരുമോന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞ് പിന്നെ ആള് വന്നില്ല. വേറെ ഡോക്ടറെ അടുത്ത് പോയപ്പോ പുള്ളിക്കാർക്ക് കാറ് വേണം. വേറെ അങ്ങനെ 3 ഡോക്ടർമാരത്ത് പോയിട്ടാണ് ഒരാള് തിരിച്ച് എന്റെ വീട്ടിൽ വന്നത്. ആളെത്തിയപ്പോത്തിന് അപ്പം മരിച്ചു കഴിഞ്ഞിരുന്നു. ഈ ഡോക്ടർമാരൊക്കെ എന്താണ് ഇവരൊക്കെ ഉള്ളത്? ഇവർക്ക് എന്ത് നന്മണ്ടെന്നാ പറഞ്ഞത്? പിന്നെ ഈ ചങ്ങാന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? ഇവന്റെ ഒക്കെ ഒരു അഹങ്കാരം കണ്ടില്ല നിങ്ങള്? ഇവരെ കണ്ടല്ല, ശരിക്കും നല്ല കൈകാര്യം ചെയ്ത് വിടണം. ഫോട്ടോ എടുത്തോ, എന്താ ചെയ്യാ? അങ്ങോട്ട് ഇങ്ങോട്ട് ധാർഷ്ട്യാണ്. ഇതിനൊക്കെ പിന്നിൽ ലോബി ഉണ്ടെന്നുള്ള ധൈര്യം തന്നെ. വേറെന്താണ് ഇപ്പൊ ഈ കളിയൊക്കെ? ചെറ്റത്തരണേ ഈ ഇങ്ങനെ പാവപ്പെട്ടവന്റെ പണം ഇങ്ങനെ പിടിച്ച് പറിക്കണ ഇവരൊക്കെ തോര തോര തൂറി ചാവുള്ളൂ. അതേ ഇപ്പൊ ഇതിൽ എനിക്ക് പറയാനുള്ളൂ.